ബശ്ലോം ലഹെർഗോ ദുമോ ഉ എസ്രീൻ ഉ ഷബുവോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 127ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വ്യാകരണ പദാവലി. പൗരസ്ത്യ സുറിയാനിയിൽ വ്യാകരണത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളുടെ സുറിയാനി പേരുകളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. അക്ഷരമാല, ആൽഫബറ്റ്സ്, അതിൻ്റെ സുറിയാനി പേര് ആസ് വാസ. ആസ എന്നാണ് അതിൻ്റെ ഏകവചനം, അതിൻ്റെ ബഹുവചനമാണ് ആസുവാസ. ആസ എന്ന് വെച്ചാൽ അടയാളം, അക്ഷരം എന്നാണ്, അതിൻ്റെ ബഹുവചനമാണ് ആസ്വാസ. ഇതാണ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ വിഭജനം. പൂലാഗ ദ് ആസ്വാസ. പൂലാഗ വിഭജനം, ആസ്വാസ അക്ഷരമാല. ഉച്ചരിക്കുന്ന അവയവമനുസരിച്ച് അവയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം കണ്ഠത്തിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നവ. ഗഗറിയാസ, ഗഗറിയാസ. ഈ 4 അക്ഷരങ്ങളാണ്. ആലപ്, ഹേ, ഹേസ്, എ. ഈ 4 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നത്. അണ്ണാക്കുകൊണ്ട്, പാലറ്റൽസ്, ഉച്ചരിക്കുന്നവ. ഹെക്ക് യാസ, ഹെക്ക് യാസ. ഗാമൽ, യോദ്, കാപ്പ്, കോഫ് ഇവയാണ് അവ. നാവുകൊണ്ട് ഉച്ചരിക്കുന്നവ. ലിംഗ്വൽസ്. ലേശാനായാസ, ലേശാനായാസ. ലാമത്, റേഷ് ഇവയാണത്. അടുത്തത് മൂക്കിനാൽ ഉച്ചരിക്കുന്നവ. നേസൽസ്. നഹീറായാസ, നഹീറായാസ. മീം, നൂൻ. അടുത്തത് നാവിൻ്റെ അഗ്രം കൊണ്ടും പല്ലുകൊണ്ടും ഉച്ചരിക്കുന്നതാണ്. ഡെൻഡൽസ്. ഷേനായാസ, ഷേനായാസ. അവ ദാലസ്, തേസ്, താവ് എന്നിവയാണ്. അടുത്തുകൊണ്ട് ലിപ്സ്, ലാബിയൽസ്, ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്നവ. സെപ്പ് വാസാനായാസ, സെപ്പ് വാസാനായാസ. അവ ബേസ്, വാവ്, പേ എന്നിവയാണ്. സ് എന്ന ശബ്ദമുള്ളവ ഊഷ്മാക്കൾ, സിബിലൻസ്. മശ്ർ കനിയാസ, മശ്ർ കനിയാസ. സൈൻ, സിംകസ്, സാദേ, ഷീൻ ഇവയാണ് അവ. സ്വരങ്ങൾ. ആ എന്ന സ്വരത്തിൻ്റെ പേര് പ്സാഹ, പ്സാഹ. ഇതാണ് ആ എന്ന സ്വരം, നമ്മൾ പഠിച്ചതാണ്. ആ, സ്കാപ്പ, സ്കാപ്പ. ഇതാണ് ആ സ്വരം. ഈ, ഹ്വാസ, ഹ്വാസ. ഇതാണ് ഈ അല്ലെങ്കിൽ ഈ എന്ന സ്വരം. ഋവാസ, ഋവാസ. ഉ അല്ലെങ്കിൽ ഉ എന്ന സ്വരം. ഋവാഹ, ഋവാഹ. ഓ അല്ലെങ്കിൽ ഓ എന്ന സ്വരം എഴുതുന്ന രീതിയാണ് ഇത്. സ്ലാമ, പ്ഷീക, സ്ലാമ, പ്ഷീക. ഷോർട്ട് എ, എ.
സ് ലാമ കശിയ ലോങ് എ ഏ. ഉച്ചാരണം എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് ഹെഗിയാന. ആലപ്പ് എന്ന അക്ഷരത്തിന് ഉച്ചാരണം ഇല്ല, ഹെഗിയാന ഇല്ല. ബേസിന് 3 തരമുണ്ട്: ഷോർട്ട്, സോഫ്റ്റ്, ഹാർഡ് ആൻഡ് ഡബിൾഡ്. മൃദു, കഠിനം, ഇരട്ടിപ്പ്. ബ്, വ്, ഇമ്പ്. ഗാമലിനും അതുപോലെ 3 തരം, ദാലസിനും 3 തരം ഉച്ചാരണങ്ങൾ ഉണ്ട്. അടുത്തത് നാമം. ശ്മ, താവ ഒരു നാമമാണ്, അല്ലെങ്കിൽ തൗസ, തബ്സ ഒരു നാമം. ശ്മാഹേ നാമങ്ങൾ ബഹുവചനം. ഇപ്പോൾ കുറേ നാമങ്ങൾ എഴുതിയിരിക്കുന്നു: താവ, തൗസ, താവേ, താവാസ. അടുത്തത് ജെൻഡർ, ലിംഗം. ഗെൻസോ, ഗെൻസോ. 3 ലിംഗങ്ങളാണുള്ളത്. പുല്ലിംഗം ദക്രാനായ, ദക്രാനായ. താവ അത് പുല്ലിംഗനാമം. നെക്ക് ബത്താനായ, നെക്ക് ബത്താനായ സ്ത്രീലിംഗം. തബ്സ സ്ത്രീലിംഗ നാമം. പുല്ലിംഗമായും സ്ത്രീലിംഗമായും ഉപയോഗിക്കുന്ന നാമമുണ്ട്, അതിന് ഉഭയലിംഗം എന്ന് പറയുന്നു, കോമൺ ജെൻഡർ. ഗാവാനായ, ഗാവാനായ. സഹ്റ, സഹ്റ ചന്ദ്രൻ. ഇത് പുല്ലിംഗമായോ സ്ത്രീലിംഗമായോ ഉപയോഗിക്കാം. വചനം, നമ്പർ. ഏകവചനം, ബഹുവചനം, അങ്ങനെ 2 വചനമാണ് ഉള്ളത്. മെനുയാന, മെനുയാന. ഹൃദാനായ ഏകവചനം, ഹൃദാനായ. അപ്പോൾ താവ നല്ലവൻ ഏകവചനം, ഇതിൻ്റെ ഫെമിനിൻ. തൗസ ഏകവചനമാണ്, നല്ലവൾ. സാഗീയാനായ ബഹുവചനം, സാഗീയാനായ അല്ലെങ്കിൽ സംഗീയാനായ, സംഗീയാനായ. താവേ, അപ്പോൾ കൂടുതൽ ആളുകളുണ്ട്, അതാണ് ബഹുവചനം. ഫെമിനിൻ പ്ലൂറൽ താവാസ. വിശേഷണം ശൂമാഹ, ശൂമാഹ. താവ നല്ലവനായ വിശേഷണമാണ്, അല്ലെങ്കിൽ താവുസ നല്ലവളായ വിശേഷണമാണ്. ഇനിയും നാമങ്ങൾ, പലതരം നാമങ്ങളുണ്ട്. നമുക്ക് കാണാവുന്നതും സ്പർശിക്കാവുന്നതുമായ നാമമാണ് കോൺക്രീറ്റ്, മൂർത്തനാമം. ശ്മ ഗൻസാനായ, ശ്മ ഗൻസാനായ. ഉദാഹരണം ഈലാന വൃക്ഷം, അത് നമുക്ക് കാണാം, തൊടാം, അങ്ങനെയൊക്കെ ഉള്ളതാണ് മൂർത്ത നാമം. അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ, അമൂർത്ത നാമം. നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാം, അങ്ങനെയുള്ള നാമമാണ് ശ്മ സൂകാലായ, ശ്മ സൂകാലായ. അതിൻ്റെ ഉദാഹരണമാണ് സൗറ, പ്രത്യാശ. നമുക്കത് കാണാനോ തൊടാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാം, സൗറ. അടുത്തത് പ്രോപ്പർ നൗൺ, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരാണ്, പ്രത്യേകം പേരാണ്. ശ്മ മാറാനായ, ശ്മ മാറാനായ. ഉദാഹരണം ഹെന്തോ, ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ പേരാണ്, ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ പേരാണ് ഹെന്തോ. ഒരു പ്രത്യേക വ്യക്തിയുടെ നാമമല്ലാതെ പൊതുവായി എല്ലാവർക്കും കൂടിയുള്ള നാമത്തെയാണ് കോമൺ നൗൺ, സാമാന്യ നാമം എന്ന് പറയുന്നത്. ശ്മ ക് യാനായ, ശ്മ
ഖ് യാ നായ. ഉദാഹരണം ഗൗറ. ഒരു പ്രത്യേക വ്യക്തിയുടെ പേരല്ല, വ്യക്തികളുടെ ഒരു കൂട്ടം, അതാണ് മനുഷ്യൻ. ഗൗറ അല്ലെങ്കിൽ മൃഗം, ഏതെങ്കിലും ഒരു പ്രത്യേക മൃഗമല്ല, മൃഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒന്നിച്ചു പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ, സമൂഹനാമം. ശ്മാ ക്നൂഷായ. ശ്മാ ക്നൂഷായ, സൈന്യം. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒന്നിച്ചു പറയുന്ന ഒരു പേരാണ്. മഷ്റീസ. മഷ്റീസ. ഇനി പരകീയ നാമം, ഫോറിൻ നൗൺസ്. മറ്റ് ഭാഷകളിൽ നിന്ന് സുറിയാനിയിലേക്ക് വന്നിട്ടുള്ള നാമമാണ് ശ്മാ നുക്രായ. അതിൻ്റെ ഉദാഹരണമാണ് ഏവൻ ഗാലിയോൻ. ഏവൻ ഗാലിയോൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ ഗ്രാമാറ്റിക്കൽ ടെർമിനോളജികളുടെ പേരുകളാണ്. ഈസ്റ്റ് സിറിയൻ പാരമ്പര്യത്തിലുള്ള തൗദി സംഗി. എല്ലാവർക്കും വളരെയധികം നന്ദി.